ബലാത്സംഗ പരാതിയിൽ കേസെടുത്തതിന് പിന്നാലെ റാപ്പർ വേടന്റെ തൃശൂരിലെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. വേടന്റെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന യുവ വനിതാ ഡോക്ടറുടെ പരാതിയിലാണ് പോലീസ് നടപടി. വേടന്റെ തൃശൂരിലെ വീട്ടിൽ ഇന്നലെ തൃക്കാക്കര പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. പരിശോധനാ സമയത്ത് വേടൻ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ വേടൻ്റേതെന്ന് കരുതുന്ന ഒരു മൊബൈൽ ഫോൺ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ പരാതിക്കാരിയുടെ സുഹൃത്തുക്കളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. വേടനുമായുള്ള ബന്ധത്തിൻ്റേതടക്കമുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിരുന്നതായി പരാതിക്കാരി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നതിനായാണ് സുഹൃത്തുക്കളിൽ ഒരാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയത്. മറ്റു 2 സുഹൃത്തുക്കളുടെ മൊഴി കൂടി പിന്നീട് രേഖപ്പെടുത്തും. പരാതിയിൽ ഈ സുഹൃത്തുക്കളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു. ഹൈക്കോടതിയിൽ വേടൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉടനുണ്ടാവില്ല. ഈ മാസം 18-ന് കോടതി ഹർജി വീണ്ടും പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. എങ്കിലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വേടൻ പൊതുവേദികളിലൊന്നും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വേടൻ ഒളിവിലാണെന്ന പ്രചരണവും ഇതിനിടെ നടക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.